ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് നേന്ത്രപ്പഴം വെച്ച് ഉണ്ടാക്കാവുന്ന ഒരു കേക്ക് റെസിപ്പി. ഇതിൽ നമ്മൾ മുട്ട ചേർക്കുന്നില്ല, അതുപോലെ ബീറ്റർ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ നമ്മുടെ കുക്കറിലാണ് ഇത് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓവനും വേണ്ട നമുക്കിത് ഉണ്ടാക്കാനായിട്ട്. ഇത് വളരെ സ്പോഞ്ചി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. നമുക്ക് കുക്കറിൽ വളരെ എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുക, എന്നിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. അപ്പോൾ കേക്കിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 2 നേന്ത്രപ്പഴം എടുത്തു വെച്ചിട്ടുണ്ട്. മീഡിയം സൈസുള്ള 2 നേന്ത്രപ്പഴമാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. കുറച്ച് പഴുത്തതായാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആ 2 നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് എടുത്തതിന് ശേഷം മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. നമ്മൾ വീട്ടിലുള്ള ഒരു കപ്പ് എടുക്കുക. അതിപ്പോൾ ഇതുപോലെ കോഫി കപ്പ് ആവാം, അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കപ്പിൽ മെഷർ ചെയ്യുക. അതിൽ 1/4 കപ്പ് എടുക്കുക. അതിൽ തന്നെ എല്ലാം മെഷർ ചെയ്താൽ മതി. അപ്പോൾ 1/4 കപ്പ് പഞ്ചസാര ഞാൻ ആ പഴത്തിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തു. ആ സെയിം കപ്പിൽ തന്നെ ഞാനൊരു 1/2 കപ്പ് പാലും കൂടിയിട്ട് ചേർത്ത് കൊടുത്തു. പിന്നെ ആ കപ്പിൽ തന്നെ 1/4 കപ്പ് റിഫൈൻഡ് ഓയിൽ. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാതും കൂടിയിട്ട് നല്ല ഓണം നമുക്കിത് അടിച്ചെടുക്കണം. തീരെ തരിതരിപ്പ് ഉണ്ടാവാൻ പാടില്ല. നല്ല ഫൈനായിട്ട് തന്നെ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് മിക്സാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്ത് വെക്കുക. അതിൻ്റെ മേലെ ഇതുപോലെ ഒരു അരിപ്പയിൽ 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാനിപ്പോൾ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈദ വേണമെന്നുണ്ടെങ്കിൽ മൈദ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ കുറച്ചൊന്ന് ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് 1.5 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തു എന്നുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ട് ഈ അരിപ്പയിൽ കൂടെ നമുക്ക് അരിച്ചെടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് സിന്നമൺ പൗഡർ ചേർത്ത് കൊടുക്കാം, അതായത് കറുകപ്പട്ട പൊടിച്ചത്. ഈ കറുകപ്പട്ട പൊടിച്ചതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തിരി കോഫി പൗഡർ വേണമെങ്കിൽ കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ വാനില എസൻസ് വേണമെങ്കിൽ വാനില എസൻസും ആഡ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ സിന്നമൺ പൗഡർ ഞാൻ വീട്ടിൽ പൊടിച്ച കാരണം അതിൻ്റെ ഇത്തിരി തരികൾ അരിപ്പയിൽ ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാനെടുത്ത് മാറ്റി. അതിന് ശേഷം നമുക്ക് ഈ പൊടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കാം. നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കുമ്പോൾ 2-3 പ്രാവശ്യം നമ്മൾ അരിച്ചെടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ കേക്ക് കുറച്ചും കൂടി സോഫ്റ്റ് ആവും. മൈദ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു 2 വട്ടമൊക്കെ നമ്മളൊന്ന് അരിച്ചെടുത്താൽ മതി. അത് അല്ലെങ്കിൽ ഇതുപോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കണം. അപ്പോഴാണ് നമ്മൾ ചേർത്തിട്ടുള്ള ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ എല്ലായിടത്തേക്കും നന്നായിട്ട് എത്തുള്ളൂ. ഡ്രൈ ആയിട്ടുള്ള ഈ ഒരു മിക്സിലേക്ക് നമുക്ക് പഴത്തിൻ്റെ അരച്ചു വെച്ച ഒരു കൂട്ടുണ്ടല്ലോ, പഴവും പാലും കൂടി അരച്ചു വെച്ചിട്ടുള്ളത്, അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ആ പഴത്തിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുത്ത ശേഷം ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി വെക്കണം കേട്ടോ മിക്സിയുടെ ജാറിൽ. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഈ പഴത്തിൻ്റെ കൂട്ടും ഈ ഗോതമ്പ് പൊടിയും കൂടിയിട്ട് നന്നായിട്ട് ഇതുപോലെ ഒരു സൈഡിലേക്ക് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഒരു സ്പാറ്റിൽ വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കിത് മിക്സാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മിക്സാക്കി വന്നപ്പോൾ കുറച്ച് ടൈറ്റായിട്ടല്ലേ ഇരിക്കുന്നത്. ആ സമയത്ത് നമ്മൾ നേരത്തെ മിക്സിയുടെ ജാറിൽ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് വെച്ചിരുന്നല്ലോ, അത് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്കിത് മിക്സാക്കാം. ഇനി നിങ്ങൾക്ക് വെള്ളം ഒഴിക്കണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് പാല് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാല് ചേർത്ത് മിക്സാക്കിയാലും മതി. ഞാനിപ്പോൾ ഇവിടെ പാല് ചേർക്കുന്നില്ല. മിക്സിയുടെ ജാറിൽ നിന്നുള്ള ഒരു വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് മിക്സാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്തു. അപ്പോൾ ഞാൻ 1/2 കപ്പ് വെള്ളമാണ് മിക്സിയുടെ ജാറിൽ ഉണ്ടായിരുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ കേക്ക് മിക്സിൻ്റെ ബാറ്റർ ഇരിക്കാനായിട്ട്. അതായത് സാധാരണത്തെ കേക്ക് മിക്സിൻ്റെ ബാറ്ററിനെക്കാട്ടും കുറച്ചും കൂടി ടൈറ്റ് ആയിരിക്കണം നമ്മുടെ ഈ ഒരു കേക്ക് മിക്സ് ബാറ്റർ കേട്ടോ. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കുക്കർ എടുക്കുക. കുക്കറിൻ്റെ ഉള്ളിൽ ഞാൻ ഇത്തിരി സൺഫ്ലവർ ഓയിൽ ഒന്ന് പരട്ടി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു ബേക്കിംഗ് ഷീറ്റ്, ഏതെങ്കിലും ഒരു ബട്ടർ പേപ്പർ ഇതുപോലെ ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ അടുത്തുണ്ടെന്നുണ്ടെങ്കിലും വെച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതാണ്. അതിനുശേഷം നമ്മുടെ കേക്കിൻ്റെ ആ ഒരു മിക്സ് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കണം. കേക്ക് മിക്സ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഒന്ന് കുക്കർ ഒന്ന് ടാപ്പ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും എയർ ബബിൾസ് ട്രാപ്ഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പൊക്കോളും.
ഇനി നമുക്കിതിൻ്റെ മേലെ എന്തെങ്കിലും ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് പംപ്കിൻ സീഡ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മുന്തിരി വേണമെങ്കിൽ മുന്തിരി ഇടാം, ബദാം വേണമെങ്കിൽ ബദാം ഇടാം, കാഷ്യൂ വേണമെങ്കിൽ കാഷ്യൂ, എന്താ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇതിൻ്റെ മേലെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ കാണാനായിട്ട് നമ്മുടെ കേക്ക് ഒരു ഭംഗി ഉണ്ടാവും. ഇനി നമുക്ക് കുക്കറിൻ്റെ വിസിൽ മാറ്റിയതിന് ശേഷം കുക്കർ നമുക്ക് അടച്ചു വെച്ചിട്ട് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ബേക്ക് ചെയ്യാനായിട്ട് നമ്മളിതുപോലെ ഒരു ദോശക്കല്ലോ അല്ലാന്നുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ള ഒരു മൂടി നന്നായിട്ട് ഒന്ന് ചൂടാക്കുക. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് അതൊന്ന് ചൂടായി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതിനെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മുടെ കുക്കർ ആ ഒരു ദോശക്കല്ലിൻ്റെയോ അല്ലെങ്കിൽ മൂടിയുടെ മേലെ കയറ്റി വെച്ചിട്ട് നമുക്കൊരു 40 മുതൽ 50 മിനിറ്റ് വരെ എന്തായാലും ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിത് ബേക്ക് ചെയ്യേണ്ടി വരും. നമ്മളിത് ഡയറക്റ്റായിട്ട് തീയിലേക്കല്ല വെക്കുന്നത്, ഇതുപോലെ ഇടയിൽ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മളിത് ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 35 മിനിറ്റ് വരെ എന്തായാലും നിങ്ങൾ ലോ ഫ്ലെയിമിലിട്ട് ബേക്ക് ചെയ്യുക. അതിനുശേഷം ഒന്ന് മൂടി തുറന്ന് നോക്കുക. എന്നിട്ട് അത് ബേക്ക്ഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കപ്പോൾ ഓഫാക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 5-10 മിനിറ്റും കൂടി നമ്മൾ എക്സ്ട്രാ ആയിട്ട് അത് ബേക്ക് ചെയ്തിട്ട് എടുക്കണം. ഒരു 40 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മളപ്പോൾ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ട് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഒരു സ്ക്രൂവറോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു കത്തിയോ നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ട് അത് ക്ലിയർ ആയിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ബേക്ക് ആയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അതിനുശേഷം കുക്കർ നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് നന്നായിട്ട് ഈ കേക്ക് ഈ കുക്കറിൽ തന്നെ ഇരുന്ന് തണുത്തതിന് ശേഷം മാത്രമേ നമ്മളത് ഡീമോൾഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് തണുത്ത ശേഷം ഞാൻ കുക്കറിൽ നിന്ന് നമ്മുടെ കേക്ക് പുറത്തേക്ക് എടുത്തു. നല്ല സ്പോഞ്ചി ആയിട്ടുള്ളൊരു കേക്കാണ്. നമ്മുടെ വീട്ടിൽ നേന്ത്രപ്പഴം എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഇത്തിരി പഴുത്ത നേന്ത്രപ്പഴം ആയാലും നമുക്ക് ചെയ്യാവുന്ന ഒരു ഹെൽത്തി കേക്ക് റെസിപ്പിയാണത്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും അതുകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനായിട്ടും കമൻറ്റ് ചെയ്യാനായിട്ടും മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത്. അപ്പം മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ ബൈ.